പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ, കൃപയോലുമേകനാമം പരിപൂജ്യമായിടേണം, തിരുവിഷ്ടമെന്നുമിവിടെ പ്രിയമാകണം, നിറവേറണം. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ, ചെയ്യുന്നതാകെയും ഫലമായിടും. ഭരമേറ്റ കാര്യമേതും ആശ്വാസദായകൻ മിഴിവോടെ പൂർത്തിയാക്കുവാനും കഴിവേകിടും. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. ദൈവവിളിയുടെ വഴിയിലൂടെ ഞാൻ മുന്നേറുന്ന എൻ്റെ സെമിനാരി കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് ദൈവവിളി ഇല്ല എന്നൊരു തോന്നലുണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടില്ല. എൻ്റെ ഈശോ എന്നെ വിളിച്ചു എന്നൊരു വലിയ ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഉറപ്പുണ്ടെങ്കിലും എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത എൻ്റെ സ്വഭാവത്തിലെ ചില വൈകൃതങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ പലതിനെയും ചോദ്യം ചെയ്യുന്ന പ്രവണത, പറ്റനാട്ടത്തൊരു ധിക്കാരിയുടെ ഒരു ചിത്രം എന്നിൽ നിന്ന് കിട്ടാം, അനുസരണക്കേട് കാണിക്കുന്ന ഒരാളുടെ ചിത്രം കിട്ടാം. പക്ഷെ അതൊക്കെ അന്നത്തെ എൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, അങ്ങനെയാണ് വേണ്ടത് എന്ന ഒരു ധാരണയിൽ നിന്നാണ് അങ്ങനെയൊക്കെ വന്നത്. എങ്കിൽ തന്നെയും അതിനെ ധിക്കാരമായിട്ടോ അനുസരണക്കേടായിട്ടൊക്കെ കണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെ അധികാരികളും എൻ്റെ കൂടെയുള്ളവരൊക്കെ എന്നെ നിരീക്ഷിച്ചെടുത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരുപക്ഷെ എന്നെ പറഞ്ഞു വിട്ടേക്കുമോ, സെമിനാരിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടേക്കുമോ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞു വിട്ടേക്കുമെന്ന് തോന്നുമ്പോഴും എൻ്റെ ഈശോ എന്നെ പറഞ്ഞു വിടിയല്ല എന്നൊരു ഉറച്ച വിശ്വാസം മുന്നോട്ട് പോകും. പല രീതിയിലും സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സംഘർഷങ്ങളുടെ ഇടയിലൂടെയും കർത്താവ് കൈപിടിച്ച് നയിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളൊക്കെ ഒരു കലവറയിൽ എന്ന പോലെ സ്റ്റോർ ചെയ്തപ്പെട്ടു. ആ കലവറയിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ ഓരോന്ന് പിന്നീടൊക്കെയുള്ള രചനകളിൽ എടുത്ത് എഴുതുന്നത്, അല്ലാതെ അന്നേരം കണ്ടുപിടിക്കുന്നതെന്നല്ലല്ലോ. അപ്പം അങ്ങനെ ആ കലവറയിൽ നിന്ന് വന്ന ഒരു വരിയായിട്ട് ഇതിനെ കാണുന്നതിൽ തെറ്റില്ല. എൻ്റെ ഗാനങ്ങളിൽ വളരെ ഹ്രസ്വം എന്ന് പറയാവുന്ന, ഷോർട്ട് എന്ന് പറയാവുന്ന ലിറിക്സുള്ള ഒരു ഗാനമാണ് താരിളം മെയിൽ മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു, ദൂരെയായി തീങ്കാഞ്ഞ് നിർദ്ദയം ശമയോൻ നിന്നു, കോഴിക്കൂകുകളവും കർത്താവിനെ മറന്നു. താരിളം മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു, ദൂരെയായി തീയും കാഞ്ഞ് നിർദ്ദയം ശിമയോ നിന്നു, കോഴിക്കൂവോളവും കർത്താവിനെ മറന്നു,
താരിളം മെയ്യിൽ മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു. ദൂരെയായി തീയും കാഞ്ഞ് നിർദ്ദയം ശിമയോ നിന്നു. നോക്കിലേ ശോകസൗമ്യതയാ ആഴങ്ങളെ യേശു പുൽകി നിന്നു. നോക്കിലേ ശോകസൗമ്യതയാ ആഴങ്ങളെ യേശു പുൽകി നിന്നു. ആത്മതാപമേറ്റു ശിമയോ കണ്ണുനീർ വാർത്തു. താരിളം മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു. ദൂരെയായി തീയും കാഞ്ഞ് നിർദ്ദയം ശിമയോ നിന്നു. കോഴിക്കൂവോളം കർത്താവിനെ മറന്നു. താരിളം മെയ്യിൽ മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു. സ്നേഹാർദ്രതേ എത്ര നാളുകളായി നീ നോക്കിയൻ പാപവീഴ്ചകളിൽ. സ്നേഹാർദ്രതേ എത്ര നാളുകളായി നീ നോക്കിയൻ പാപവീഴ്ചകളിൽ. പാറ പോലെ നിന്ന ഹൃദയം ഇന്നിതാ തേങ്ങി. താരിളം മെയ്യിൽ മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു. ദൂരെയായി തീയും കാഞ്ഞ് നിർദ്ദയം ശിമയോ നിന്നു. കോഴിക്കൂവോളം കർത്താവിനെ മറന്നു. താരിളം മെയ്യിൽ മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു. ഈ പാട്ട് ഒരു വിഷ്വലായിട്ടാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇത് താളത്തിലെഴുതിയൊരു പാട്ടാണ്. മുറിവേറ്റ് ഈശോ നിൽക്കുന്നതൊക്കെ ഒരു ചിത്രത്തിലെന്ന പോലെ ഞാൻ കാണുകയായിരുന്നു. ആ ചിത്രത്തെ ഞാൻ വാക്കിൽ അവതരിപ്പിക്കാൻ. ആ വാക്കിൽ അവതരിപ്പിച്ചത് വാസ്തവത്തിലൊരു വാഗ്മയ ചിത്രമായി മാറി. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ് മാറിയിരിക്കുമ്പോഴും പത്രോസ് ഈശോയെ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പത്രോസിനെ നോക്കിയത്, പത്രോസിനെ കാണാനിടയായത്.
ആ നോക്കിലെ ശോക സൗമ്യതയാൽ ആഴങ്ങളെ യേശു പുൽകി നിന്നു. ആത്മതാപമേറ്റ് ശമയൻ കണ്ണുനീർ വാർത്തു. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. കൊള്ളാം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ പല ധ്യാനങ്ങൾക്കും ഈ പാട്ട് ഒരു പ്രസംഗത്തിൻ്റെ പശ്ചാത്തലമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോണിൻ്റെ ഈ ശുശ്രൂഷ അങ്ങേയറ്റം ഹൃദയസ്പർശിയായിട്ടുണ്ട്. ഇതിനെ ആസ്പദമാക്കി ബിനോയ് സംസാരിക്കുന്നത് ഞാൻ നേരത്തെയും കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കൊച്ചു സദസ്സിന് വേണ്ടി ഒരു അല്പസമയം ഈ പാട്ടിനെ ഉപജീവിച്ച് നമുക്ക് ഒരു ചെറിയ ശുശ്രൂഷ നമുക്ക് ചെയ്യാം. ഞാൻ ബിനോയിയെയും ജോണിനെയും ഒന്ന് പരിചയപ്പെടുത്തട്ടെ. 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നയിച്ച ഒരു ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലിരുന്ന ഒരു ടീനേജറിനെ ഞാൻ ഓർക്കുന്നു. അവിടെ വെച്ച് കർത്താവ് ഈ സഹോദരനെ സ്പർശിച്ചതും അതിനുശേഷമുണ്ടായ മാറ്റങ്ങളുമെല്ലാം ഞാൻ ഓർക്കുന്നു. ബിനോയ് ബ്രദർ അതിനുശേഷം കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമായി സുവിശേഷ പ്രഘോഷനായി ഉയർത്തപ്പെട്ടു. അതിലങ്ങേയറ്റം ഞാൻ കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ സുവിശേഷ പ്രഘോഷണ ജീവിതത്തിലെ വലിയൊരു സന്തോഷ വിഷയമാണത്. ബിനോയ് കാരക്കാട്ട് എന്ന പേരിൽ പുസ്തകങ്ങൾ രചിക്കുകയും ലേഖനങ്ങൾ അനേകം പ്രസിദ്ധീകരണങ്ങളിലൂടെ നമുക്കൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് പലർക്കും അറിയാം. അതുപോലെ ജോൺ ഞങ്ങളോട് ചേർന്ന് കർത്താവിൻ്റെ ഹൃദയത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഗാന ശുശ്രൂഷകനാണ്. വളരെ കൃപയിൽ പാട്ട് പാടി കേൾവിക്കാരെ അങ്ങേയറ്റം പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനത്തിലേക്ക് ഉയർത്തുന്ന ഒരു ശുശ്രൂഷ ലഭിച്ച ആളാണ്. അപ്പോൾ ഈ പ്രിയപ്പെട്ടവരോടുകൂടി ശുശ്രൂഷ ചെയ്യുന്നത് എനിക്കൊരു ആനന്ദമാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും ഇവിടെ എൻ്റെ ഒപ്പം എനിക്ക് കിട്ടിയത് ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. ബിനോയ് ഈ സമയം അല്പസമയം നമ്മളോട് സംസാരിക്കും. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ദൈവം എൻ്റെ ഈശോയെ എനിക്കായിട്ട് നൽകി. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ തിരുവചനം, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വിശുദ്ധ ബൈബിളിലെ ഗോൾഡൻ വേർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന, ബൈബിളിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ തിരുവചനമാണ് വാസ്തവത്തിൽ ഈ ഗാനത്തിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിൾ മുഴുവൻ യേശു എന്ന വ്യക്തിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. യേശുവിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ബൈബിൾ പ്രസംഗിക്കാനോ സുവിശേഷം അവതരിപ്പിക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല. ഈ ഗാനം അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷം, ഞാൻ അച്ഛൻ്റെ ധ്യാനം എൻ്റെ 25-ാമത്തെ വയസ്സിൽ ആദ്യമായി കൂടിയതിന് ശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഗാനം അച്ഛൻ രചിച്ചതെങ്കിലും വാസ്തവത്തിൽ ഈ ഗാനം എൻ്റെ ജീവിതം തന്നെയാണ്, എനിക്ക് വേണ്ടിയാണ്
ഈശോ ക്രൂശിൽ മരിച്ചത് എന്നുള്ള സത്യം അന്ന് 25 വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചറിയാനായിട്ട് എനിക്ക് ഇടയായി. ഈശോ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ വേണ്ടി, എനിക്കൊരു പുതിയ ജീവിതം നൽകാൻ വേണ്ടി, എനിക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടി ഈശോ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തിയും ഈ ലോകത്തിൽ വേറെ ആരുമില്ല. ആർക്കും ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള ആ തിരിച്ചറിവ് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ വാസ്തവമായും ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടാക്കി പകുത്തു മാറ്റിയ നമ്മുടെ കർത്താവ് എൻ്റെ ജീവിതത്തെയും അതുപോലെ തന്നെ രണ്ടായി പകുത്തു മാറ്റി. ഞാനിത് പറയുമ്പോൾ 10-25 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടന്ന ആ വലിയ ഒരു മാറ്റത്തിൻ്റെ ആ അനുഭവം ഞാൻ ഓർത്തു പോവുകയാണ്. ഞാൻ ദൈവാന്വേഷണം നടത്തി എൻ്റെ ചില നല്ല സ്നേഹിതരുമൊത്ത് പല പല സ്ഥലങ്ങളിൽ, പല മതങ്ങളുടെ അവരുടെ ആരാധനാലയങ്ങളിൽ, അവരുടെ പ്രാർത്ഥനാ രീതികളിൽ ഇതിലെല്ലാം പോയി പങ്കെടുത്ത്, പക്ഷേ എവിടെയും എനിക്ക് ദൈവത്തെ കണ്ടെത്താനോ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. എന്നാൽ വളരെ യാദൃച്ഛികമായി ഒരു യാത്രാമധ്യേ ഈ പാലായിൽ വെച്ച് എൻ്റെ ഒരു സഹോദരിയുടെ വീട്ടിൽ വെച്ച് വളരെ യാദൃച്ഛികമായി അന്ന് തോന്നി അച്ഛനെ കണ്ടുമുട്ടാനായിട്ടിടയായി. എനിക്ക് ആ കാലഘട്ടത്തിൽ ക്രിസ്തീയ പുരോഹിതരെ എനിക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരു വർഗമാണവർ. അപ്പോൾ ഞാൻ അച്ഛനോട് എനിക്ക് വായിൽ തോന്നിയതൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നമ്മളെ ഈ ധ്യാനകേന്ദ്രങ്ങളും മറ്റുമൊക്കെ മനുഷ്യരെ അവരുടെ അജ്ഞതയെ മുതലെടുത്ത്, അവരുടെ അറിവില്ലായ്മ മുതലെടുത്ത് അങ്ങനെ കുറേ ആൾക്കാർക്ക് ജീവിക്കാനുള്ള ഒരു സങ്കേതമാണ് ഈ ധ്യാനകേന്ദ്രങ്ങളുമൊക്കെ. ഇതൊക്കെ അടച്ചുപൂട്ടേണ്ട സമയം എന്നേ കഴിഞ്ഞു പോയി എന്ന് ഞാൻ വളരെ വീറോടെ അച്ഛൻ്റെ അടുക്കൽ വാദിച്ച് സംസാരിക്കുമ്പോൾ, ഞാൻ സംസാരിച്ച് നിർത്തുന്ന ഇടവേളയിൽ അച്ഛൻ എന്നോട് പറഞ്ഞു, കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന്. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, അതൊരു പ്രവാചക ശബ്ദമായിരുന്നു. ആ ശബ്ദം ഇന്നും എൻ്റെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട്. അന്ന് എനിക്ക് എന്നെക്കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നിയിരുന്നില്ല. വേറെ ആർക്കും എന്നെക്കൊണ്ട് ഒരു പ്രയോജനമുള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത ചുമ്മാ വെറുതെ ഉള്ള ഒരു ജീവിതമായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് മനസ്സിലാകും ആ പ്രവാചക ശബ്ദം അത് വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാനായിട്ട് അത് കാരണമായി തീർന്നു. അച്ഛൻ്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ചില നിബന്ധനകളൊക്കെ വെച്ചു. എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛൻ നടത്തിയ ലോഗോസ് ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കാനായിട്ടിടയായി. ഞാൻ ചെന്നപ്പോൾ ആകപ്പാടെ 10-30 പേരെ ആ ധ്യാനത്തിൽ ഇരിപ്പുള്ളൂ. പക്ഷേ ആ ധ്യാനത്തിൻ്റെ തുടക്ക രീതികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നിയപ്പോൾ ഇതെന്തൊരു ധ്യാനമെന്ന്. കാരണം അച്ഛൻ തന്നെ വന്ന് ആകപ്പാടെ ഒരു ചെറിയ പെട്ടി ആംപ്ലിഫയർ ഉണ്ട്, ഒരു 100-ന്റെ പെട്ടി. അത് അച്ഛൻ തന്നെ തിരിക്കുന്നു, അച്ഛൻ തന്നെ മൈക്കൊക്കെ ശരിയാക്കി വെക്കുന്നു. അതിൻ്റെ സൗണ്ട് എഞ്ചിനീയറും അതിൻ്റെ മൈക്ക് ഓപ്പറേറ്ററും എല്ലാം അച്ഛൻ തന്നെയാണ്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് വലിയ 10,000-കണക്കിന് വാട്ട്സ് ശബ്ദ സംവിധാനങ്ങളോട് കൂടിയ അങ്ങനെയൊക്കെയുള്ള വലിയ ധ്യാനകേന്ദ്രമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതിത്ര വളരെ വളരെ സിമ്പിളായിട്ട് അച്ഛൻ നിന്നുകൊണ്ട് വളരെ സാധാരണ ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയിൽ അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങി. പക്ഷേ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഇതിലെന്തോ വളരെ കാര്യമായതെന്തോ ഉണ്ടെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. കാരണം യേശു ഒരു മതസ്ഥാപകനല്ലെന്നും അവൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ലെന്നും അവൻ സകല മാനവ വംശത്തിൻ്റെയും ഏകരക്ഷകനായ ദൈവമാണെന്നും അതൊക്കെ വളരെ തെളിവ് സഹിതം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച മറ്റൊരു ദൈവമില്ലെന്നും എനിക്ക് വളരെ വ്യക്തമായിട്ട് ആ പ്രസംഗങ്ങളിലൂടെയൊക്കെ എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. ഇടയ്ക്ക് ഞാൻ അച്ഛനോടൊരു ചോദ്യം ചോദിച്ചു. വലത് കർണത്തെ അടിക്കുന്നവന് ഇടത് കർണം കൂടെ കാണിച്ചു കൊടുക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അടിച്ചു കഴിഞ്ഞെന്നാൽ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് അച്ഛൻ എന്നോട് പറഞ്ഞ മറുപടി ഒരു ക്രൂശിത രൂപം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. ഈ ക്രൂശിത രൂപത്തിലേക്ക് നീ നോക്ക്. ഇവിടെ കർത്താവ് അവൻ്റെ ഇടതും വലതും കർണത്തിൽ അടിക്കപ്പെട്ടപ്പോൾ എന്താണ് ഈശോ ചെയ്തത്? ആ അച്ഛൻ എന്നോടുള്ള ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒന്നും മിണ്ടാതെ നിന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം ഞാൻ ആ സമയത്ത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ധ്യാനം എൻ്റെ ജീവിതത്തെ മുഴുവൻ, എൻ്റെ കാഴ്ചപ്പാടുകളെ, എൻ്റെ ദർശനങ്ങളെ, എൻ്റെ ചിന്താഗതികളെ, എൻ്റെ സംസാര രീതിയെ, എൻ്റെ ലൈഫ് സ്റ്റൈലിനെ എല്ലാത്തിനെ മാറ്റിമറിച്ചു.
എനിക്കതുവരെ പലരോടും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും എൻ്റെ സ്വഭാവത്തിലൂടെ എൻ്റെ പ്രവൃത്തികളിലൂടെയൊക്കെ ഒരുപാട് പേര് വേദനിക്കാനൊക്കെ ആയിട്ട് ഇടയായിട്ടുണ്ട്. അവരോടൊക്കെ ക്ഷമ ചോദിക്കാനും രമ്യതപ്പെടാനും ഒക്കെ കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഇന്നോളം ഏതാണ്ട് ഇപ്പോൾ ഒരു 23 വർഷങ്ങൾ പിന്നിടുന്നു. ഇന്ന് വരെ പിന്നെ ഒരു തുള്ളി മദ്യപിക്കാനായിട്ട് ഇടയായിട്ടില്ല. പിന്നെ വെറിക്കുത്തുകളുടെ പുറകെ പോയിട്ടില്ല. ഈ ലോക സുഖങ്ങളുടെ പുറകെ പിന്നെ പോയിട്ടില്ല. അത് വാസ്തവത്തിൽ ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ പരിശ്രമിച്ച് ഞാൻ മാറിയതോ എൻ്റെ ദുസ്വഭാവങ്ങളെ ഞാൻ മാറ്റിയതോ അല്ല, മറിച്ച് എന്നെ ഒരാൾ മാറ്റിയതാണ്. എൻ്റെ ഉള്ളിലേക്ക് സുവിശേഷത്തിലൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന എൻ്റെ യേശു എൻ്റെ ജീവിതത്തെ മാറ്റിയതാണ്. അപ്പോസ്തല പ്രവർത്തനം 10:44 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, പത്രോസ് ഇത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈശോയുടെ കുരിശുമരണത്തെയും പുനരുത്ഥാനത്തെയും ആസ്പദമാക്കി പനച്ചികളച്ചൻ അന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ, ഞാൻ ഈ വാക്ക് ഞാൻ വീണ്ടും എടുത്തു പറയാം, സുവിശേഷം പ്രസംഗിച്ചപ്പോൾ. ഞാൻ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ പ്രസംഗങ്ങളിൽ അധികവും ശിക്ഷിക്കുന്ന, പ്രതികാരം ചെയ്യുന്ന, തെറ്റ് ചെയ്താൽ അവനോട് പകരം ചോദിക്കുന്ന, 7ഉം 8ഉം തലമുറകളെ വരെ ശിക്ഷിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ കേട്ടിരുന്നത്. അത് ദൈവത്തോട് ഒരു ഭയം ജനിപ്പിക്കാനേ അത് കാരണമായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ഭയമുള്ള ഒരാളോട് നമ്മൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ നമ്മൾ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവവുമായിട്ട് ഒരു തരത്തിലും ഒട്ടും അടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. എന്നാൽ ഈ പനച്ചികളച്ചൻ സുവിശേഷത്തിലൂടെ കാണിച്ചു തന്ന ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, അടിച്ചാലും മുഖത്ത് തുപ്പിയാലും ചീത്ത വിളിച്ചാലും ആണിയടിച്ച് കയറ്റിയാലും കുരിശിൽ തറച്ചാലും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ദൈവത്തെ അച്ഛൻ സുവിശേഷത്തിലൂടെ എനിക്ക് പരിചയപ്പെടുത്തിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. റോമാഞ്ചിൻ്റെ 5 നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അങ്ങനെ കർത്താവിൻ്റെ ആദ്യ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഈശോയെ സ്നേഹിക്കാൻ തരമില്ലാതെയായി. ഈശോയെ സ്നേഹിക്കാതിരിക്കാൻ പിന്നെ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. പിന്നെ പാപജീവിതത്തിൻ്റെ പുറകെ പോകാൻ, ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ നമുക്ക് വെച്ച് നീട്ടുന്ന താൽക്കാലിക സന്തോഷങ്ങളുടെ പുറകെ പോകാൻ എനിക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് വാസ്തവം. പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ ഇന്ന് വരെ, ഇന്ന് ഞാനിപ്പോൾ പല സ്ഥലങ്ങളിലും അനേക രാജ്യങ്ങളിലുമൊക്കെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് കർത്താവ് എന്നെ അയക്കുമ്പോൾ എനിക്കിന്നും ഒരു കാര്യം അറിയാം. അന്ന് അച്ഛൻ പ്രസംഗിച്ച് ഹൃദയത്തിൽ പതിഞ്ഞ ആ വചനങ്ങളൊക്കെയാണ്, അതാണ് ഇന്നും നമ്മുടെ ഒരു അടിസ്ഥാനമായിട്ട് കിടക്കുന്നത്. അതിൽ നമ്മുടേതായ രീതിയിൽ നമ്മളിന്ന് സുവിശേഷം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. വലിയ സന്തോഷമുണ്ട്. അച്ഛൻ്റെ ഒപ്പം ഈ 10-23-24 വർഷങ്ങൾക്ക് ശേഷവും അച്ഛൻ്റെ കൂടെ ഒരുമിച്ച് ഇതുപോലെയുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കാനും ഒരുമിച്ച് ധ്യാനങ്ങളും കൺവെൻഷനുകളും ഒക്കെ ചെയ്യാനും കർത്താവ് ഈ ദാസനെ ഉപയോഗിക്കുന്നു എന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് തൻ്റെ സ്നേഹത്താൽ നിറയ്ക്കട്ടെ. അവൻ്റെ സമൃദ്ധമായ നന്മകളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. താരിളം മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു, ദൂരെയായി തീയും കാഞ്ഞ് നിർദ്ദയം ശിമയോ നിന്നു, കോഴികൂവോളവും കർത്താവിനെ മറന്നു. താരിളം മെയിൽ മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു, ദൂരെയായി തീയും കാഞ്ഞ് നിർദ്ദയം ശിമയോ